നമസ്കാരം. കഴിഞ്ഞ ദിവസം എന്നെ ഒരു ഏകദേശം ഒരു 65 വയസ്സുള്ള ഒരു പ്രവാസിയായ ഒരു മനുഷ്യൻ എന്നെ വിളിച്ചു. അദ്ദേഹം പ്രവാസിയായിരുന്നു, ഇപ്പോൾ അദ്ദേഹം നാട്ടിലുണ്ട്. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വളരെ ചെറിയ പ്രായത്തിൽ അദ്ദേഹം ഗൾഫിൽ വന്നതാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ദുബായിലും ഖത്തറിലും സൗദിയിലും പിന്നെ കുവൈറ്റിലും ഒമാനിലും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലായിട്ട് ഏതാണ്ട് 55 വയസ്സ് വരെയും അദ്ദേഹം ജീവിച്ചു, പ്രവാസിയായിട്ട് ജീവിച്ചു. അപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ എപ്പോഴും പറയുമായിരുന്നു അവർക്ക് സ്വന്തമായിട്ട് ഒരു വീട് വെക്കണം, അധികം വലിയ വലിപ്പമൊന്നും വേണ്ട, ചെറിയൊരു 2-3 മുറിയുള്ള ഒരു വീട്, അടച്ചുറപ്പുള്ള നല്ല ബലമായിട്ട് പണിയണം. കാരണം പഴയ ഒരു വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. പലപ്പോഴും ആ വീടിന് പല പല മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ വീട് പൊളിച്ച് കളഞ്ഞ് ഒരു വീട് പണിയണം, സ്വസ്ഥമാവണം എന്ന് എപ്പോഴും അവർ ആഗ്രഹം പറയുമായിരുന്നു പറഞ്ഞു. എന്നാൽ സഹോദരന്മാരെ കരകയറ്റണം, സഹോദരിമാരെ കെട്ടിച്ചു വിടണം, നാട്ടുകാരുടെ പല പ്രശ്നങ്ങൾ, കുഞ്ഞുങ്ങളുടെ പഠിത്തം, ഇങ്ങനെയൊക്കെ പല 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 കാരണങ്ങൾ കൊണ്ടും വേണമെങ്കിൽ ചെയ്യാമായിരുന്നിട്ടും അദ്ദേഹം ഈ സ്വന്തം വീട് പണി എന്നുള്ള ഭാര്യയുടെ ഈ ഒരു ആഗ്രഹം സാധിക്കാതെ ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചു. അങ്ങനെ ഒടുക്കം അദ്ദേഹം ഗൾഫിൽ നിന്നൊക്കെ റിട്ടയർഡായി പോരാറായപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സെറ്റിൽമെൻറ്റൊക്കെ കിട്ടി. എന്നാൽ ആ പണം കൊണ്ട് വീട് പണി തുടങ്ങാമെന്ന് കരുതി അദ്ദേഹം വീടൊക്കെ പൊളിച്ച് വീട് പണി സ്റ്റാർട്ട് ചെയ്തു. ഏതാണ്ട് വീട് പണി തീരുന്നതിന് ഏതാണ്ട് ഒരു 1-1.5 മാസം മുമ്പായിട്ട് നിന്ന നിപ്പിൽ ഈ ഭാര്യ ഒരു ദിവസം വയ്യാതാകുകയും 1-2 ദിവസം ബെഡഡായി കിടക്കുകയും അല്ലെങ്കിൽ അവർ ഹോസ്പിറ്റലിലാകുകയും പെട്ടെന്ന് തന്നെ 2-3 ദിവസത്തിനുള്ളിൽ ഭാര്യ മരിച്ചുപോയി. പ്രായമായ സ്ത്രീയാണ്. ആ മരണത്തിൽ വലിയ അസ്വാഭാവികതയൊന്നുമില്ല. പക്ഷേ എന്നോട് അദ്ദേഹം പറയുന്നത് വീട് പണിയൊക്കെ കഴിഞ്ഞിപ്പം ഭാര്യയുടെ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ ആ ഭാര്യയുടെ അദ്ദേഹം പറയുന്ന ഒരേ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളതെന്നാണ് പറഞ്ഞത്. വീട് സ്വന്തമായിട്ട് വേണമെന്ന് എപ്പോഴും പറയുമായിരുന്നു. നടത്തി കൊടുക്കാൻ പറ്റാത്തതിൽ അദ്ദേഹത്തിന് ഒത്തിരി വിഷമമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഒരു ദിവസം പോലും ആ വീട്ടിൽ സന്തോഷത്തോടെ അവളുമായിട്ട് കഴിയാൻ എനിക്ക് സാധിച്ചില്ല. അത് എപ്പോഴും ഒരു തീരാ ദുഃഖമാണ്. ഇന്നിപ്പോൾ അദ്ദേഹം ആ വീട്ടിൽ തനിച്ചാണ്. മക്കളൊക്കെ വിദേശത്തും മറ്റ് സ്ഥലങ്ങളിലൊക്കെയാണ്. പക്ഷെ അദ്ദേഹം തനിച്ചാണ് ആ വീട്ടിൽ. എന്നോട് പറഞ്ഞു, ഓർമ്മകൾ മാത്രമേ ഉള്ളൂ മോഹൻ ഇപ്പോൾ കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം തനിച്ച് ഒരു വീട്ടിൽ കഴിയുന്നത് ഭയങ്കര വലിയൊരു ഭയാനകരമായ ഒരു അവസ്ഥയാണെന്ന്. കാരണം മക്കൾ രാവിലെ ചിലപ്പം എല്ലാ മക്കളും വിളിക്കും. 3-4 മക്കളുണ്ടെന്ന് തോന്നുന്നു. അവരെല്ലാവരും ഒരു 10 മിനിറ്റൊക്കെ വിളിക്കും. പിന്നെ അന്നത്തെ ദിവസം വൈകിട്ട് ചിലപ്പോൾ വിളിച്ചെങ്കിലായി. അപ്പോൾ ഈ രാവിലെ വിളിക്കുന്ന ഒരു വിളിയും വൈകിട്ടത്തെ ഒരു വിളിക്കും ഇടയിലായിട്ട് അദ്ദേഹം ഇങ്ങനെ കഴിച്ചു കൂട്ടുന്ന ഒരു ജീവിതം, അത് തനിച്ച് കഴിച്ചു കൂട്ടുന്ന ഒരു ജീവിതം ഭയങ്കര വിഷമമാണ്.